ഈ ഒരു ലിക്വിഡിറ്റി പ്രൈസ് കളക്ട് ചെയ്തതിന് ശേഷം ഒരു 1 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്നൊരു സെല്ല് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. എന്നാലും അതൊരു പ്രോപ്പർ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രമേ അവിടെ നിന്നൊരു സെല്ല് നമ്മൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സോ നമ്മൾ ഇന്നലെ ഗോൾഡിൻ്റെ അനലൈസ് നോക്കിയായിരുന്നല്ലേ. സോ 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഒരു ബുള്ളിഷ്, അതായത് ഷോർട്ട് ടൈം ഒരു ബൈ നോക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള ഹൈ ആയിരുന്നു നമ്മൾ ടാർഗറ്റ് പറഞ്ഞിരുന്നത് അല്ലേ. സോ ഒന്ന് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നാണ് അത്യാവശ്യം നല്ലൊരു പുഷ് കിട്ടിയേക്കുന്നത്. മോർണിംഗ് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബൈ സെറ്റപ്പ് നമ്മളവിടെ ഫൈൻഡ് ചെയ്തായിരുന്നു. സോ ആ ബൈ നമ്മളെന്ത് ചെയ്തു, നമ്മുടെ ടെലിഗ്രാമിലും കൂടി നമ്മളെന്താ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്ത ബൈ. കാലത്ത് ഏകദേശം ഒരു 6:30 ആയപ്പോഴാണ് 6:35 ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു ബൈ കിട്ടിയത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഒരു TP1 അത് അടിച്ചിട്ടുണ്ട്. സോ ബാക്കി നമ്മളവിടെ ഹോൾഡ് ചെയ്തേക്കാണ്, ഫുൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് അതിന് ശേഷം നമ്മൾ ഒരു സ്കാൽപ്പിംഗ് സെറ്റപ്പും കൂടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സപ്ലൈ ലെവലിൽ നിന്നുള്ള റിയാക്ഷൻ കിട്ടിയതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്തിട്ടുള്ളൊരു സെല്ലായിരുന്നു. സോ അത് നമുക്കൊരു 1:3 ആറായിരുന്നു. അത് ഒരു കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് ആ ഒരു ഫുൾ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമ്മളുടെ സ്റ്റുഡൻസിനും നമ്മളുടെ ടീമിനും ആൻഡ് അതുപോലെ തന്നെ എനിക്കും അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ടും എനിക്കിന്ന് സാധിച്ചു. സോ ഇനി ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 അവറിൻ്റെ ടൈം ഫ്രെയിമാണ്. സോ 1 അവറിൻ്റെ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഒരു 1 അവറിൻ്റെ ഒരു ബേസ് ലെവലിൽ നിന്ന് തന്നെ ഒരു കീ ലെവലിൽ നിന്ന് തന്നെ ഒരു ബൈ ഇന്നലെ തന്നെ ഒരു പുഷ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഒരു സപ്ലൈ ലെവലിൽ നിന്നാണ് റിയാക്ട് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി പ്രൈസ് കളക്ട് ചെയ്തതിന് ശേഷം ഒരു 1 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്നൊരു സെല്ല് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. എന്നാലും അതൊരു പ്രോപ്പർ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രമേ അവിടെ നിന്നൊരു സെല്ല് നമ്മൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുള്ളൂ. അങ്ങനെ സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നോക്കിയിട്ട് ഈ ഒരു ലോ വരെ അത് ഹോൾഡ് ചെയ്യാനാണ് ഇപ്പോൾ കറണ്ട് പ്ലാൻ ഉള്ളത്. അതല്ല ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു 4 അവറിൻ്റെ തന്നെ ഒരു സപ്ലൈ ലെവലും നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ ഈ ഒരു 2 ലെവൽസാണ് നമുക്ക് ഒരു സെൽ സൈഡിലേക്കുള്ള ഒരു ലെവൽസായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു 1 അവറിൻ്റെ ഒരു ഡിമാൻഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും ഒരു ബൈ റിയാക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുക. റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് എന്ത് ചെയ്യുക, ട്രെയിൽ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, EUR/USDയുടെ ചാർട്ട് അനലൈസ് ചെയ്യാം. സോ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ എക്സാക്ട്ലി ആ 4 അവറിൻ്റെ തന്നെ ഒരു ഡിസ്കൗണ്ട് ലെവലിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം ഒരു അഗ്രസീവായിട്ടുള്ളൊരു പുൾ ബാക്ക് മോഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ലിക്വിഡിറ്റി പ്രൈസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുമല്ല ഒരു പ്രീവിയസ് ഡേയുടെ ഹൈയും ഇവിടെ പ്രൈസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ലെവൽസിൽ നിന്നൊരു സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നിന്നൊരു സെൽ ഓപ്പർച്യൂണിറ്റി തന്നെ പ്ലാൻ ചെയ്യാം. പക്ഷേ ആ ഒരു സെല്ല് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോ ലെവൽ തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു റിയാക്ഷൻ നിന്ന് ബ്രേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന ഒരു ലിക്വിഡിറ്റി ലെവൽ വരെ നമുക്ക് ഒരു ബൈ ടാർഗറ്റായിട്ട് വെക്കാം. സോ ഇവിടെ നിന്ന് സെല്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്തായാലും TP ബുക്ക് ചെയ്തതിന് ശേഷം ബാക്കി മാത്രം ഡൗൺ സൈഡിലേക്ക് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ആൻഡ് ഈ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ബൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഒരു ഹൈ ലെവൽ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നാളെ അടുത്ത ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനലൈസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.